പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ ഭയപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ രണ്ട് വാർത്തകൾ ഞാൻ മാഷെ ശ്രദ്ധപ്പെടുത്താം. ഒന്ന്, നമ്മുടെ മലയാളിയായ യൂസഫ് അലിയുടെ സ്ഥാപനം ലുലു മാൾ ലക്നൗവിലാണ്. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കേരളത്തിൻ്റെ അഭിമാനമാണ് യൂസഫ് അലി, ഒരു തർക്കവുമില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു മാൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലക്നൗവിലാണ്. യോഗി ആദിത്യനാഥ് നേരിട്ട് വന്നാണ് വലിയ പിന്തുണ കൊടുത്തു. അവിടെ വലിയ തോതിൽ രാജ്യത്തിന് അദ്ദേഹം നൽകുന്ന സംഭാവനകൾ നിസ്തുലമാണ്. രാജ്യത്തിൻ്റെ ഭരണ തലപ്പത്തുള്ള എല്ലാവരുമായി വളരെ അടുത്ത ബന്ധമുള്ള, നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഐക്കണാണ് യൂസഫ് അലി സാബ്. പക്ഷേ അദ്ദേഹം ലുലു മാൾ തുടങ്ങിയതിന് ശേഷം ആദ്യമുണ്ടായൊരു സംഭവം, അവിടെ ഒരു ദിവസം കുറേ ആളുകൾ വന്നിട്ട്, കഴിഞ്ഞ വർഷം ഉണ്ടായ പറയാം, പെട്ടെന്ന് ലുലു മാളിൽ നിസ്കരിക്കാൻ തുടങ്ങി. വലിയ പ്രശ്നമായി. അപ്പോൾ വേറെ ചില ആളുകൾ എതിർ മുദ്രാവാക്യങ്ങളുമായിട്ട് വന്നു. അവസാനം അവരെയൊക്കെ പുറത്താക്കി കേസെടുത്തു. അപ്പോൾ യൂസഫ് അലിയുടെ സ്ഥാപനങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അതൊരു മതപരമായ പിന്തുണയോടോ അല്ലെങ്കിൽ മതപ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥാപനമായിട്ടല്ല അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളെ ഇസ്ലാം വൽക്കരിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ഇസ്ലാമിസ്റ്റായി മുദ്ര കുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തീവ്ര നിലപാടുള്ള ചില ആളുകൾ ലക്നൗ ലുലു മാളിൽ നിസ്കാരത്തിന് പോയത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ലക്നൗവിലെ ലുലു മാളിലെ ഒരു സൂപ്പർവൈസർ ഫർഹാസ് ഒരു കേസിൽപ്പെട്ടിരിക്കുക. അയാൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ശീതളപാനീയം കൊടുത്ത് മയക്കി അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു, ചിത്രങ്ങളെടുത്തു, നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവളുടെ ദേഹം മുഴുവൻ സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞു, നിനക്കിനി ഇവിടുത്തെ ജോലി വേണമെങ്കിൽ നീ ഇസ്ലാം ആവണം എന്ന് പറഞ്ഞു. ഈ കുട്ടിയും അവിടെ ജോലി ചെയ്യുന്നതാണല്ലേ. അവസാനം അത് പരാതിയായി, കേസായി. ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഒരു ഷേഡി ക്യാരക്ടറാണ് UP പോലീസ്, ലക്നൗ പോലീസ് അന്വേഷണം. നമ്മുടെ നാട്ടിൽ വന്നില്ല. കാരണം യൂസഫ് അലിക്ക് ഒരു ക്ഷീണം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം കൂടി. പക്ഷേ അത് അദ്ദേഹത്തിന് ക്ഷീണമൊന്നുമില്ല. അദ്ദേഹം ഇതിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല. ഇത്തരക്കാരെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയുന്ന ആളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, ലുലു മാളുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. പണ്ടൊക്കെ ചിലർക്ക് ഈ യൂസഫ് അലിയെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുമായിരുന്നു, യൂസഫ് അലി മലബാർ മേഖലയിൽ ലുലു മാൾ തുടങ്ങുന്നില്ല. അതേസമയം തിരുവനന്തപുരത്തും കോട്ടയത്തും കൊച്ചിയിലും ഒക്കെ തുടങ്ങി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ബിസിനസ് തകർക്കാൻ വേണ്ടി ലുലു മാൾ ആരംഭിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹം തിരൂരും കോഴിക്കോട്ടും ഒക്കെ ലുലു മാൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് 100 കണക്കിന് ഹിന്ദു പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലുമുണ്ട്, അപ്പോൾ UPയിലുമുണ്ട്, സ്വാഭാവികം. അതിനകത്ത് പക്ഷേ ഇത്തരം ചില എലമെൻറ്റുകൾ, ഷേഡി ക്യാരക്ടേഴ്സ് എന്ന് UP പോലീസ് പറയുന്ന തരത്തിലുള്ള മതം മാറ്റ ലോബിയുടെയും അല്ലെങ്കിൽ കുറ്റവാസനയുടെയും ഒക്കെ പ്രവണതയുള്ള, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ലവ് ജിഹാദ് കൊണ്ട് നടക്കുന്ന ആളുകൾ കടന്നു കയറിയാൽ അത് യൂസഫ് അലി അറിഞ്ഞു ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അദ്ദേഹം അതിനെ തകർക്കുക തന്നെ ചെയ്യും. അത്തരക്കാരെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് മൂടി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. രണ്ടാമതും UPയിൽ നിന്നാണ്. UPയിൽ 10-65 വയസ്സുള്ള ഒരു ജമാലുദ്ദീൻ, ചങ്കൂർ ബാബ, പീർ ബാബ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇയാളുടെ ജോലി പണ്ട് സൈക്കിളിൽ അത്തറും മാലയും വിറ്റ് നടക്കുന്നതായിരുന്നു. അത്തർവാല. അയാളെ ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നീതു നസീന എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, പീർ ബാബ അല്ലെങ്കിൽ ചങ്കൂർ ബാബ. അറസ്റ്റ് ചെയ്തത് ഇയാൾ വ്യാപകമായി മതപരിവർത്തന കേന്ദ്രങ്ങൾ നടത്തുന്നു. വിധവകൾ, നിർധനരായ സ്ത്രീകളെയൊക്കെ ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇസ്ലാമാക്കുക, എന്നിട്ട് ജനസംഖ്യയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക്, ഈ ഡെമോഗ്രാഫി ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൊണ്ട് താമസിപ്പിക്കുക. ഇയാളെ UPയിലെ തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. പരിശോധിക്കുമ്പോൾ ഇയാളുടെ പേരിൽ 40 ബാങ്ക് അക്കൗണ്ടുകളുള്ളത്. 40 ബാങ്ക് അക്കൗണ്ടുകളിലായി ഇപ്പോൾ ലൈവായിട്ട് അയാളുടെ 40 ബാങ്ക് അക്കൗണ്ടുകളിലായി 106 കോടി രൂപയുണ്ട്. 106 കോടി. ED കേസെടുത്തിട്ടുണ്ട്, ATS കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണം പലതും സൗദി ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള പല വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്ന പണമാണെന്ന് UP പോലീസ് പറയുന്നു. ഇതും കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി. ഈ രണ്ട് വാർത്തകളും ലക്നൌവിലാണ്, UPയിലാണ് നടക്കുന്നത്. UPയിലായതുകൊണ്ട് കടുത്ത നടപടികളും ഉണ്ടാവും. ഇതൊന്നും വാർത്തയല്ലേ മലയാളിക്ക്? ഇതിപ്പോൾ ഈ ക്രിമിനലുകൾ മതത്തെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ മതത്തെ മറയാക്കി ക്രിമിനലുകൾ
അഴിഞ്ഞാടുന്നതിൻ്റെ, സമർത്ഥമായി നീങ്ങുന്നതിൻ്റെ രണ്ട് തലത്തിലുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് സാറ് പറഞ്ഞത്. ഒന്ന്, വ്യാപാരത്തിൽ, ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിൽ സാറ് പറഞ്ഞ പോലെ വലിയ എന്താണ് പറയുക, വലിയ ഗുഡ്വില്ലുള്ള ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു വ്യാപാര സമുച്ചയത്തിൽ, ഒരു വ്യാപാര ശൃംഖലയിൽ വലിയ ദുഷ്പേരുണ്ടാക്കുന്ന തരത്തിൽ ഒരു ക്രിമിനൽ വളരെ സമർത്ഥമായി മതം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ വ്യക്തിപരമായ ക്രിമിനൽ മനസ്സ് നുഴഞ്ഞു കയറിയത് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പോൾ ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ബാബ എന്ന് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, അത്തർവാല ബാബ എന്നൊക്കെ പറഞ്ഞാൽ പഴയ സംശുദ്ധമായ ഒരു സൂഫി കൾച്ചറിൻ്റെ ദുരുപയോഗമാണ്. അങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്ത് അത് വലിയ തോതിൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മതം ദുരുപയോഗപ്പെടുത്തപ്പെടുന്നതിൻ്റെ ഒരു മേഖല, നേരത്തെ പറഞ്ഞ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള സംഗതികൾ, മതപരിവർത്തനത്തിൻ്റെ ഒരു ലോബി, അതിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സ്, അതിൻ്റെ ചാനലുകൾ, പണം വരുന്ന ചാനലുകൾ, എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ ക്രിമിനൽ കുറ്റങ്ങൾ നിയമവിരുദ്ധമായി നടത്തുന്ന സ്ഥാപനങ്ങൾ, അത് ഒളിപ്പിക്കാനുള്ള ഈ ക്രിമിനൽ ബന്ധങ്ങൾ, ഈ പോലീസ് ബന്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. രണ്ട്, ഈ ആത്മീയ രംഗത്ത് വലിയ ചൂഷണം നടക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലാണ്, സൂഫി കേന്ദ്രങ്ങൾ. സാറിപ്പോൾ മലബാറിൽ പഴയ പോലെയൊന്നുമല്ല, മിക്കവാറും ഒരു താലൂക്കിൽ ഒരു സൂഫി കേന്ദ്രമെങ്കിലും ഉണ്ട്. ചിലതൊക്കെ വെൽ റെപ്യൂട്ടഡ് ആണ്, ഞാൻ എല്ലാത്തിനെയും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പലതിൻ്റെയും പിന്നിൽ ഈ ഘടകങ്ങളുണ്ട്. പണം എന്ന ഘടകമുണ്ട്, മനുഷ്യൻ്റെ അജ്ഞതയെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ഈ സൂഫി എന്ന പേരിൽ നടക്കുന്ന, സൂഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും സംശുദ്ധവും ഏറ്റവും മാനവികവുമായ, ഇസ്ലാമിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അങ്ങേയറ്റം തീവ്രവാദപരവും മനുഷ്യവിരുദ്ധവുമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു അന്യ ജാതിയിലോ മതത്തിലോ പെട്ട മനുഷ്യനെ കണ്ടാൽ അവനെ വെറുക്കണമെന്നും കൊല്ലണമെന്നും പഠിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഭൂമിയിലെ എല്ലാ പുൽക്കൊടികളെയും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന, ദൈവത്തെ പോലും നിങ്ങൾ ഭയപ്പെടുകയല്ല സ്നേഹിക്കുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, ദൈവത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്തുനിന്ന് വരുന്ന ഏറ്റവും നല്ല തെറി വിളിച്ച് അഭിസംബോധന ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഉദാത്തമായ ആകാശമാണ് സൂഫിസം. അങ്ങനെയാണ്. പക്ഷേ സൂഫിസത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായം, ചില സൂഫി വര്യന്മാരെ കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പഴയ കാലത്തും ഉണ്ടായിരുന്നു. മതം മാറ്റത്തിനും കാഫറുകളെ ഉന്മൂലനം ചെയ്യാനും ശ്രമിച്ച ചില സൂഫിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് സൂഫിസത്തിന്റെ വ്യതിയാനങ്ങളാണ്. സാറ് പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവും ചരിത്രത്തിൽ. പക്ഷേ ഇന്ന് അതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കൂടുതലാണ്. സൂഫിസത്തെ പണത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുക, മീൻസ് ദുരുപയോഗപ്പെടുത്തുക, ആ കൂട്ടത്തിലൊന്നാണ്. മതപരിവർത്തനത്തിന് വേണ്ടി ഒരു കാലത്ത് ഒരു സൂഫിസത്തെ ആരെങ്കിലും മറ്റെന്ത് ക്രിമിനൽ കുറ്റത്തിന് ഉപയോഗിച്ചാലും സൂഫി ധാരയെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മതപരിവർത്തനം. സൂഫികൾക്ക് മതമേ ഇല്ല, മതമുള്ളവർക്കല്ലേ പരിവർത്തനം എന്ന് പറയുന്ന സാധനം ഉള്ളത്. ഇയാൾ സൂഫിയാണെന്നുള്ള തരത്തിലൊന്നും വാർത്ത കേട്ടിട്ടില്ല. പറഞ്ഞു കേട്ടപ്പോ ഈ ബാബ എന്നുള്ള പേര് ഇയാൾ സ്വയം ഫിറ്റ് ചെയ്തായിരിക്കണം. ഇവരൊക്കെ അങ്ങനെയല്ലേ സാർ, എല്ലാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, ഇയാൾ സ്വയം സൂഫിയാണെന്ന് തീരുമാനിച്ചാലും സൈക്കിളിൽ അത്തറും മാലയും വിറ്റ് നടന്ന ആളുടെ അക്കൗണ്ടിൽ പോലീസ് കേസെടുക്കുമ്പോൾ 106 രൂപയല്ല, 106 കോടി രൂപയാണ്. അതേ തന്നെ സാർ, സാമ്പത്തികമായി ഒരാൾ കുറ്റവാളിയാണോ അല്ലേ എന്നറിയാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ശാസ്ത്രീയമായ മാനദണ്ഡം എന്താണ്? വരവും ചെലവും തമ്മിൽ ഒത്തു നോക്കുക. അയാൾ ഇന്നലെ എന്തായിരുന്നു അയാളുടെ ആസ്തി, ഇന്ന് അയാൾ എന്തായി, അതിനിടയിൽ അയാൾ ഈ 106 കോടി സോഴ്സ് കണ്ടെത്തലല്ലേ? നല്ല നടപടിയാണ് അത്, കണ്ടെത്തി പോലീസ് അന്വേഷിച്ചെങ്കിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ പോലീസ് ഒഫീഷ്യലി പറഞ്ഞതാണ് ആണല്ലേ, 40 ബാങ്ക് അക്കൗണ്ടുകളായിട്ട് 106 കോടി ചേർത്ത് പറയേണ്ടത് ഫ്രീസ് ചെയ്തു. തീർച്ചയായിട്ടും. അപ്പൊ ഈ ക്രിമിനലുകൾ മതത്തെ ദുരുപയോഗപ്പെടുത്തുക, ഒരു കച്ചവട ശൃംഖലയെ ദുരുപയോഗപ്പെടുത്തുക, ഇവർ സ്വമേധയല്ല. അതുകൊണ്ടാണല്ലോ എവിടെ നിന്നൊക്കെയോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പോലീസ് പറയുന്നത് പണം വരുന്നു. അതൊരു അന്താരാഷ്ട്ര നെറ്റ്വർക്ക് അല്ലേ? അതുണ്ട്. അത് ഇത്തരം ക്രിമിനലുകൾക്കാണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഉള്ളത്. നമ്മൾ വിചാരിക്കും പോലെ മനുഷ്യസ്നേഹികളുടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. എവിടെയുണ്ട് നല്ല മനുഷ്യരുടെ? അല്ലെങ്കിൽ ഇപ്പോൾ സാറ് സാഹിത്യ പ്രവർത്തകനാണ്, സാഹിത്യത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്കുകളൊന്ന് കാണിച്ചു തരി, അതുണ്ടാവില്ല. പക്ഷെ ക്രിമിനൽസിനുണ്ട്, മതതീവ്രവാദത്തിനുണ്ട്, ടെററിസത്തിനുണ്ട്, ഈ പറഞ്ഞ എല്ലാ തരം കച്ചവടങ്ങൾക്കുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ക്രൈം പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറ് പറഞ്ഞ ആദ്യത്തെ കാര്യമാണ്, ഇത് മൂടി വെക്കുന്ന മാധ്യമങ്ങൾ. അതെ, മനുഷ്യനോട് ചെയ്യുന്ന അക്രമത്തിന് വല്ല പരിധിയുണ്ടോ? ഇപ്പോൾ ഈ ബാബ എന്ന് പേരുള്ള മനുഷ്യനെക്കുറിച്ചൊരു വാർത്ത പുറത്തു വന്നാലല്ലേ പിന്നൊരു മനുഷ്യൻ ആ കെണിയിൽ പെടാതിരിക്കുകയുള്ളൂ, ആ വഴിക്ക് പോകരുതെന്ന് പറയുള്ളൂ. എൻ്റെ ഉമ്മ പോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തിരുത്തുകയുള്ളൂ. അതെൻ്റെ ഡ്യൂട്ടിയല്ലേ?
അത് പറഞ്ഞു കൊടുക്കേണ്ട ആദ്യത്തെ ബാധ്യതയുള്ള മാധ്യമങ്ങൾ എന്തിനും മൂടി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈം. യൂസുഫ് അലി സാറിന് എനിക്ക് തോന്നുന്നു ഒരു നിർദ്ദേശം നമ്മൾ ഈ സമയത്ത് വെക്കാവുന്നത്, നമ്മുടെ അപ്പോയിൻമെൻറ്റുകൾക്കൊക്കെ പണ്ട് പോലീസ് എൻക്വയറി ഉണ്ടായിരുന്നു. എല്ലാ കോർപ്പറേറ്റുകളും പ്രത്യേകിച്ച് യൂസുഫ് അലി സാറിനെ പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനം കൊടുക്കുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ചെയ്യാവുന്ന ഒരു കാര്യം, കുറച്ച് ഒരു വിങ്, ഒരു ഇന്റലിജൻസ് വിങ് പോലെ ഒരു വിങ് അതിനകത്ത് നല്ലതാണ്. റിക്രൂട്ട്മെന്റിന് മുമ്പ്, ഇന്റർവ്യൂവിന് ശേഷം, അങ്ങനെ കാലം ഉണ്ടായിരുന്നു. സാറിന് ഓർമ്മയില്ലേ? കമ്മ്യൂണിസ്റ്റ് ആണോ നോക്കും, RSS ആണോ നോക്കും, അതായത് ഇയാളുടെ പശ്ചാത്തലം നോക്കും, ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടോ നോക്കും. ഒരു പോലീസ് എൻക്വയറി നമ്മുടെ PSC നിയമനങ്ങൾക്ക് പിന്നെ നിർത്തിയതാ. PSC നിയമനത്തിന് തൊട്ട് മുമ്പ്, അതായത് ടെസ്റ്റ് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതിന് ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത്തരം ഒരു വെരിഫിക്കേഷൻ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇദ്ദേഹം കേരളത്തിൽ വളരെ മതേതരനായി നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈ മതേതര പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു ടാർഗറ്റായി ലുലു മാറുന്നുണ്ടോ? എനിക്ക് തോന്നി UP-യിലെ സംഭവങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ സർ തിരുവനന്തപുരത്ത് ഇപ്പൊ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ, ഇപ്പോൾ അറബ് നാടുകളിൽ അതൊരു റിക്വയർമെന്റ് ആണ്. ഏത് ബിസിനസ് സ്ഥാപനത്തിനകത്തും ഒരു പ്രയർ റൂം വേണം എന്നുള്ളത് അവിടുത്തെ. അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 100 106 മറ്റോ ഔട്ട്ലെറ്റ്സ് അദ്ദേഹത്തിന് വിദേശത്തുണ്ട്. അത്തരം അറബ് രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ നിയമം എന്ന നിലയിൽ പാലിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ എറണാകുളത്തെ ലുലു മാളിൽ പള്ളിയുണ്ടോ? പ്രയർ ഹാൾ ഉണ്ടെന്ന് ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. ഏത് മനുഷ്യനും ഇപ്പോൾ സൗകര്യത്തിന് നമ്മുടെ വിമാനത്താവളങ്ങളിലുണ്ട് ഉണ്ടാവാം. കാരണം അത് വേണമല്ലോ. കാരണം കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് വരുന്നവർക്ക്, പ്രത്യേകിച്ച് അവർക്ക് സൗകര്യം, വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ പരസ്യമായ നിസ്കാരം, അവിടെ ഈ ജമാഅത്ത്, ഇതൊക്കെ പറയുന്നത് UP-യിലെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം. ഇപ്പോൾ യൂസുഫ് അലിയെ പോലെ ഒരാൾ, ജ്യോതി ആദിത്യനാഥിനെ പോലെ അല്ലെ, യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്ന് UP-യുടെ ബിസിനസിന്റെ ഭാഗത്തെ ആനയിച്ചു. അന്ന് ഈ UP ലുലു മാളിന്റെ ഉദ്ഘാടനത്തിന്റെ വീഡിയോ അതായത് യോഗി ഇരിക്കുന്നു, അദ്ദേഹം ചെറിയൊരു കാറുണ്ടല്ലോ, ആ കാർ ഓടിക്കുന്നത് യൂസഫ് അലിയാണ്. യൂസഫ് അലി തന്നെ ആ വണ്ടി ഓടിച്ചിട്ടാണ് ആ മാള് ചുറ്റി നടത്തി കാണാനുള്ള സംവിധാനമാണ്. അപ്പോൾ അത്രയും ബഹുമാനം കൊടുത്ത് ഒരു മുസ്ലിം വ്യാപാരി നടത്തുന്ന ഒരു സ്ഥാപനത്തെ സമർത്ഥമായി ഒന്ന് ഇസ്ലാമികവൽക്കരിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു ലോബി അതിന്റെ പിന്നിൽ ഉണ്ടായിക്കൂടാതൊന്നുമില്ല. കേരളത്തിൽ നടക്കില്ല. പിന്നെ കേരളത്തിൽ വളരെ കുറവാണ്. ഒട്ടും സാധ്യമല്ല. കേരളം അത് വളരെ വിജിലൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു യൂസുഫ് അലി സാർ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അദ്ദേഹം അപ്പോയിൻമെൻറ്റുകളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഇസ്ലാം പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് അദ്ദേഹത്തെ മിസ്യൂസ് ചെയ്യുന്ന ശക്തികളുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. സർവോപരി മീഡിയ ഇത് മൂടി വെക്കുന്നത് യൂസുഫ് അലി സാറിന് തന്നെ എതിരാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം മിസ്ക്രിയൻസ്, ഇത്തരം ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എങ്ങനെയെങ്കിലും അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് മീഡിയക്ക് കൊടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ മീഡിയ സെല്ല് വർക്ക് ചെയ്യണം. അല്ല, കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളിലൊക്കെ വന്നു, CNBC-യിൽ ഉൾപ്പെടെ വന്നു. എന്താ ഈ മലയാളികൾക്ക് പറ്റുന്നത്? മലയാളികൾ എന്തിനാണ് ക്രൈമായിട്ട് കണ്ടാൽ എന്താ? യൂസുഫ് അലി സാർ അതിനെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ ഒരു പരസ്യവും കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാതെ പറ്റുന്നതല്ലേ. മാത്രമല്ല റിക്രൂട്ട്മെന്റ്, അദ്ദേഹത്തിന് 10-25,000 ജീവനക്കാരുള്ള എല്ലാ ജീവനക്കാരെയും അദ്ദേഹത്തിന് വ്യക്തിപരമായി മുഖം കണ്ടാൽ പോലും അറിയില്ല. ഒരു സാധ്യതയില്ല. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എത്രയോ ജീവനക്കാർ എനിക്കറിയാം ലുലുവിലെ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കുറ്റമേ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു പ്രത്യേക വിങ്, ഒരു ക്രിമിനലിനെ പിടിച്ചാൽ പോലും ലുലുവിൽ നിന്ന് ആ സമയത്തിന് പിടികൂടി പോലീസിന് കൊടുത്തിരിക്കുന്നു അതാണ് എന്ന് അദ്ദേഹം അറിയിക്കാനുള്ള ഏജൻസി ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് 2 കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹത്തിന്. ഒന്ന്, പോലീസ് വെരിഫിക്കേഷനുള്ള പ്രീ റിക്രൂട്ട്മെന്റിന് ഒരു ഏജൻസി അദ്ദേഹത്തിന് വെക്കാം. 2, അദ്ദേഹം ഈ ലുലുവിനകത്ത് നിന്ന് എന്ത് ക്രൈം പിടിച്ചാലും സ്പോണ്ടാനിയസ് ആയിട്ട് പോലീസിനും മീഡിയക്കും കൊടുക്കാനുള്ള ഒരു PR വിങ്. മുമ്പ് ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ലുലു മാളുമായി ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൊടി കെട്ടിയപ്പോൾ ഇന്ത്യൻ കൊടിയേക്കാൾ വലുപ്പത്തിൽ പാകിസ്ഥാൻ കൊടി വന്നു എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് ഉണ്ടായി. അത് പിന്നീട് പറഞ്ഞു കേട്ടത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ നമ്മുടെ ഈ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സ്വാതന്ത്ര്യദിനം തലേന്നും പിറ്റേന്നുമായിട്ടാണ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കൊടി ഉയർത്തിയ കൂട്ടത്തിൽ ഈ കൊടികളിൽ ക്യാമറയ്ക്ക് അടുത്ത് വന്ന കൊടി അല്ലെങ്കിൽ അത് വലുതായി കണ്ടു, ആംഗിളിൽ വന്നു. അത് അങ്ങനെ പറഞ്ഞു പോലും ഈ ലുലു മാളിനെതിരെ വലിയ സംഘടിതമായ ആക്ഷേപം ഉണ്ടായിരുന്നുണ്ട്. ഒരു നയാ പൈസയുടെ ഉപകാരം ലുലു മാളിനോ ഒരു മുതലാളിക്കും കിട്ടാത്ത, ഒരു കച്ചവടക്കാരനും കിട്ടാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതെ. അങ്ങനെ പോലും ചില ദുഷ്പ്രചരണങ്ങൾ. ആ നിരീക്ഷണം ശരിയാണ്. ഇത് പലപ്പോഴും ഇത് വളരെ സംഘടിതമായി ലുലുവിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം, ആക്ഷേപിക്കാനും നശിപ്പിക്കാനും ഉള്ള ശ്രമമാവാം.
അത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികൾക്ക് സമർത്ഥമായി ഉപയോഗിക്കാനുള്ള ശ്രമമാകാം. അതെ അതെ രണ്ടായാലും അത്തരം നീക്കങ്ങളും ഉണ്ട്. അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെ ഡിഫൈം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു വിഭാഗവും കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും ആ ജാഗ്രത വേണം എന്നാണ് നമുക്ക് അദ്ദേഹത്തോടും പൊതുസമൂഹത്തോടും പിന്നെ മാധ്യമങ്ങളുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കിങ്ങനെ വിലപിക്കാനേ പറ്റുള്ളൂ. ഇഷ്ടമാണല്ലേ, നമ്മുടെ മീഡിയയാണ് നമ്മളെ ഏറ്റവും നിരാശപ്പെടുത്തുന്നത്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.